മനുഷ്യക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ NIA കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PK ശ്രീമതി, CS സുജാത എന്നിവർ കന്യാസ്ത്രീകളെ കാണാൻ ദുർഗ് ജയിലിലെത്തി. ക്രെഡിറ്റ് എടുക്കാനുള്ള മത്സരമാണ് നടക്കുന്നതെന്ന് PK ശ്രീമതി പറഞ്ഞു. ഇടത് MPമാരോട് ആലോചിക്കാതെ UDF MPമാർ നാടകം കളിക്കുന്നുവെന്നും ആരോപണം. എന്തിനാണ് ഞങ്ങളെ ജയിലിലടച്ചത് എന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം ഒരു കുറ്റവും ചെയ്യാത്ത രണ്ടുപേരെ മതഭ്രാന്ത് പിടിപെട്ട കുറേ പേര് ചേർന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യുകയും എന്നിട്ട് മനുഷ്യക്കടത്ത് എന്ന പേരിൽ കുറ്റം ആരോപിച്ച് ജയിലിലടക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇതുവരെ നടന്നിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു നിർഭാഗ്യകരമായ സംഭവമാണ്. അത് ജനാധിപത്യത്തിനേറ്റ ഭരണഘടനക്കേറ്റ വലിയ കളങ്കമാണ്. അനൂപ് ദാസ് ഛത്തീസ്ഗഡിൽ നിന്ന് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, നമുക്കറിയേണ്ടത് ഈ ക്രെഡിറ്റ് എടുക്കലും ഒക്കെ ഒരു ഭാഗത്ത് നടക്കട്ടെ, നമുക്കറിയേണ്ടത് നമ്മുടെ കന്യാസ്ത്രീകൾക്ക് എപ്പോൾ പുറത്തിറങ്ങാൻ കഴിയുമെന്നുള്ളതാണ്. ഏത് കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കണം എന്ന കാര്യത്തിൽ ആദ്യം ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ NIA കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു എന്നറിയുന്നു. ഇന്ന് തന്നെ പരിഗണിക്കുമോ? ജാമ്യാപേക്ഷ ഇന്ന് തന്നെ പരിഗണിക്കും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങുന്നേ ഉള്ളൂ. ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു വിവരമുണ്ട്. NIA കോടതിക്ക് അകത്തേക്ക് മാധ്യമങ്ങൾക്ക് കയറുന്നതിൽ പ്രയാസമുണ്ട്. അതുകൊണ്ട് പരിഗണിക്കുന്നതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ വിവരം ലഭിക്കുകയുള്ളൂ. അധികം വൈകാതെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുമെന്ന് കരുതുന്നുണ്ട്. എന്തായാലും ഇവിടേക്ക് MPമാരുടെ സംഘം, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള 5 MPമാരുടെ സംഘം ഇവിടേക്ക് വരികയാണ്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കൊടിക്കുന്നിൽ സുരേഷ്, ഒപ്പം തന്നെ ബെന്നി ബെഹന്നാൻ, ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള MPമാരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ റായ്പൂരിൽ നിന്ന് ഇവിടേക്ക് തിരിക്കുകയായിരുന്നു. കന്യാസ്ത്രീമാരെ കണ്ട് അവരുടെ സാഹചര്യം എന്ന് മനസ്സിലാക്കുക, ഒപ്പം തന്നെ അവരുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരെ അറിയിക്കുക തുടങ്ങിയിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മുന്നിലുള്ള വാഹനങ്ങളിൽ ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കളാണ് എന്ന് കരുതുന്നു. അതെ, ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കളാണ്. എവിടെയാണ് കോൺഗ്രസ് നേതാക്കൾ എന്ന ചോദ്യം BJP ചോദിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കണം ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കളെ കൂട്ടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. റോജി M. ജോൺ ഉണ്ട്, ഒപ്പം തന്നെ സജി ജോസഫ് MLA ഉണ്ട്. അതിന് പുറകിൽ ഇതാ കൊടിക്കുന്നിൽ സുരേഷ് വരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ഹൈബി ഈഡൻ, ഒപ്പം തന്നെ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള MPമാർ, എല്ലാവരും കേരളത്തിൽ നിന്നുള്ള MPമാരും ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കളും എത്തുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കന്യാസ്ത്രീമാരെ കണ്ട് അവരുടെ സാഹചര്യത്തെക്കുറിച്ച് ആരാഞ്ഞ് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ ഉദ്ദേശം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക്സഭയിൽ അതിശക്തമായി കന്യാസ്ത്രീകൾക്ക് വേണ്ടി വാദിച്ച MPമാരാണ് ഇപ്പോൾ ഇവിടെ എത്തി അവർക്ക് കന്യാസ്ത്രീമാരോട് നേരിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിനും അവരുടെ സാഹചര്യം എന്ത്, അവരുടെ ആരോഗ്യസ്ഥിതി എന്ത് എന്നൊക്കെ ആരായുന്നതിനും വേണ്ടി എത്തിയിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ പ്രധാനപ്പെട്ട MPമാരെല്ലാം ഉണ്ട്. അവർ ഈ പോരാട്ടത്തിന്, കന്യാസ്ത്രീമാരുടെ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളതാണ്. ഒപ്പം തന്നെ ഇവിടുത്തെ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കന്മാരെയും നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ BJP ചോദിച്ച ചോദ്യം കേരളത്തിലെ കോൺഗ്രസ് MPമാർ പറയുന്നുണ്ട്. പക്ഷേ എവിടെയാണുള്ളത് നമ്മുടെ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കൾ എന്ന് ചോദിച്ചിരുന്നു. നമുക്കിപ്പോൾ ഇതാ കൊടുക്കുന്ന സുരേഷ് MP ചേരുന്നു. MP എന്താണ് ഇപ്പോൾ നേരിട്ട് കന്യാസ്ത്രീകളെ? ഞങ്ങളിപ്പോൾ റായ്പൂർ ജയിലിലെത്തിയിരിക്കുന്നു, ദുർഗ ജയിലിലെത്തിയിരിക്കുന്നു. കന്യാസ്ത്രീമാരെ കാണാനുള്ള സമയം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത്. അവരെ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എന്തായാലും ഞങ്ങൾ ഇന്ന് പാർലമെന്റ് സമ്മേളനം ഉപേക്ഷിച്ചാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഞാനുണ്ട്, ആന്റണിയുണ്ട്, ഡീൻ കുര്യാക്കോസ് ഉണ്ട്, ഹൈബി ഈഡനുണ്ട്, MLAമാരായ റോജി ജോണും സജി ജോസഫ് ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്നലെ ആഭ്യന്തരമന്ത്രിയെ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ പാർലമെന്റ് പുറത്ത് ഉന്നയിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇന്നിപ്പോൾ ജയിലിൽ വന്നു. ജയിലിൽ നിന്ന് കന്യാസ്ത്രീമാരെ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പോയിട്ട് വരാം. ഏറ്റവും വലിയ ഒരു ഭരണകൂട ഭീകരതയ്ക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ വിഷയത്തെ കാണുന്നത്. തീർച്ചയായിട്ടും 2 കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും ചെയ്തിട്ടുണ്ട്. കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഇത് അടിസ്ഥാനപരമായ വിഷയം എന്താ? ഒരു കന്യാസ്ത്രീയുടെ വേഷം ധരിച്ച് സഞ്ചരിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഭീകരതയ്ക്കിരയാകേണ്ടി വന്നത്, അറസ്റ്റ് വരിക്കേണ്ടി വന്നത്, ജയിലിൽ കഴിയേണ്ടി വന്നത്. അപ്പോൾ ഒരു കന്യാസ്ത്രീക്ക് ആ കന്യാസ്ത്രീയുടെ വേഷത്തിൽ, അല്ല ഒരു വൈദികന്റെ വേഷത്തിൽ ഈ രാജ്യത്ത് സന്ദർശിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം അംഗീകരിക്കാൻ കഴിയുമോ? എന്തായാലും ഞങ്ങൾ ജയിലിൽ കണ്ട് അവരുടെ ആരോഗ്യസ്ഥിതിയും അവരെ കയ്യേറ്റം ചെയ്യപ്പെട്ടു എന്നാണ് അറിഞ്ഞത്. അതൊക്കെ അവരുടെ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരാം. ഇതിൽ ഗുരുതരമായ
മറ്റൊരു വിഷയം, സിസ്റ്റർ പ്രീതി ഒരു വലിയ മെഡിക്കൽ കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. ഒരു സോറിയാസിസ് റുമറ്റോളജി, എറണാകുളത്തെ ഒരു പ്രഗത്ഭനായ റുമറ്റോളജിസ്റ്റിനെ കണ്ട് വളരെ ഗുരുതരമായൊരു മെഡിക്കൽ കണ്ടീഷനിലൂടെ പോവാണ്. അവർക്ക് ഒരിക്കലും നിലത്ത് കിടക്കാൻ സാധിക്കില്ല. അടിയന്തരമായി ചെയ്യേണ്ടിയിരുന്നത് ആദ്യത്തെ ദിവസം തന്നെ അവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ അവരെ മെഡിക്കൽ അസിസ്റ്റൻസിന് വേണ്ടി അവരൊരു ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ നിലത്താണ് ഈ പ്രായമായ ഈ ഗുരുതരമായ രോഗാവസ്ഥയിലൂടെ പോകുന്ന സിസ്റ്റേഴ്സിനെ കിടത്തിയിട്ടുള്ളത്. അത് തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. വലിയ മാനുഷികമായ ഒരു നിഷേധമാണ്. അവരുടെ മാനുഷിക മൂല്യങ്ങളൊന്നും പരിഗണിക്കാതെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്, ഒന്ന്, അവരെ എത്രയും വേഗം മോചിപ്പിക്കുക. രണ്ട്, ഈ ഇരട്ടത്താപ്പ് ഡബിൾ എഞ്ചിൻ സർക്കാർ ഭരിക്കുന്ന ഈ രാജ്യത്ത്, ഛത്തീസ്ഗഡിലും കേന്ദ്ര സർക്കാരും BJP സർക്കാർ ഭരിക്കുകയാണ്. ഡബിൾ എഞ്ചിൻ സർക്കാരുള്ള സ്ഥലങ്ങളിലാണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലതാണ്. എന്തായാലും എല്ലാ എംപിമാരും ഇവിടെ എംപിമാരുടെ പ്രതികരണമാണ് അനൂപ് നമ്മളിലേക്ക് എത്തിച്ചത്. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് UDF എംപിമാരും ഇടത് എംപിമാരും ഒക്കെ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്, വലിയ ആശ്വാസമാണ്. എന്തായാലും ഇപ്പോൾ ബിലാസ്പൂരിലെ NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്, പരിഗണിച്ചു തുടങ്ങി എന്ന് കേൾക്കുന്നു. അതിന്റെ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് അതിലേക്ക് വരാം. ഇന്ന് തന്നെ അവർ ജയിൽ മോചിതരായാൽ അത്രയും ആശ്വാസം.